പിറ്റേന്ന് മീര നന്ദൻ സാറിന്റെ കൂടെ തിരികെ കൊടുക്കുവാനായി സ്റ്റാഫ് റൂമിലെത്തി. എന്നാൽ നന്ദൻ സാറിനെ അവിടെയെങ്ങും കണ്ടതേയില്ല. തിരിച്ചു മടങ്ങാൻ ഒരുങ്ങുമ്പോഴാണ് പിന്നിൽ നിന്നും മാത്യു സാറിന്റെ വിളി വന്നത്. എന്താ മീര, നന്ദൻ സാർ എവിടെ? അവർ ചെറുചമ്മലോടെ ചോദിച്ചു. സാറിന് പനിയാ, 2 ദിവസത്തേക്ക് ലീവ് എടുത്തേക്കുവാ. എന്താ കാര്യം മീര? നന്ദൻ സാറിന് പനിയാണെന്ന് കേട്ടപ്പോഴേക്കും മീരയ്ക്ക് എന്തോ പോലായി. എങ്കിലും അത് അവൾ പുറത്തു കാണിക്കാതെ മാത്യു സാറിന് മറുപടി നൽകി. നന്ദൻ സാറിന്റെ കൂടെ തിരികെ കൊടുക്കാൻ വന്നതാ സാർ. ഇന്നലെ എനിക്ക് തന്നു വിട്ടതാ. അവൾ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മാത്യു സാറിന്റെ മുഖത്തൊരു പുഞ്ചിരി തെളിഞ്ഞിരുന്നു. ആഹാ, പിന്നെങ്ങനെ പുള്ളിക്ക് പനി പിടിക്കരിക്കും? കൂടെ തനിക്കു തന്നിട്ട് മഴ നനഞ്ഞു ഓടിയില്ലേ? മാത്യു സാറിന്റെ സംസാരത്തിൽ ഒരു പരിഹാസധ്വനിയുണ്ടെന്ന് മീരക്ക് തോന്നി. ഈ നന്ദൻ സാർ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാകുമോ? അതോ എല്ലാം തന്റെ തോന്നലാകുമോ? അവൾ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ മനസ്സിൽ ഇട്ടു കറക്കിക്കൊണ്ടിരുന്നു. ഡോ, ആ കൂടെ ഇങ്ങും തന്നേക്കൂ. ഞാൻ നന്ദൻ സാറിന്റെ വീട്ടിൽ പോകുന്നുണ്ട്. കൊടുത്തേക്കാം. മാത്യു സാർ ഇത് പറയേണ്ട താമസം മീര കൂടെ മാത്യു സാറിനെ ഏൽപ്പിച്ചു ക്ലാസ്സിലേക്ക് മടങ്ങി. ക്ലാസ്സിലെത്തിയിട്ടും മീരയുടെ ചിന്ത നന്ദൻ സാറിലേക്ക് പോയിക്കൊണ്ടിരുന്നു. താൻ കാരണമാണല്ലോ സാറിന് പനി പിടിച്ചു കിടപ്പിലായതെന്നുള്ള കുറ്റബോധം അവളെ അലട്ടിക്കൊണ്ടിരുന്നു. ക്ലാസ് തുടങ്ങിയതും കഴിഞ്ഞതും ഒന്നും അവൾ അറിഞ്ഞതേയില്ല. ചിന്തകൾക്ക് കാഠിന്യം കൂടുന്തോറും അവൾ പോലും അറിയാതെ അവൾ നന്ദനിലേക്ക് അടുത്തുകൊണ്ടിരുന്നു. അപ്പോഴാണ് മേശയിൽ ഇരുന്ന ഫോൺ അവളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അവൾ അതെടുത്തു നന്ദൻ സാറിന്റെ നമ്പർ ഡയൽ ചെയ്തു. എന്നിട്ട് വിളിക്കണോ വേണ്ടയോ എന്ന് ഒരു വട്ടം കൂടി ആലോചിച്ചു. വിളിക്കണമെന്ന് തന്നെയായിരുന്നു അവളുടെ മനസ്സ് മന്ത്രിച്ചത്. ഹലോ, എന്താ മീര? നന്ദൻ സാറിന്റെ ശബ്ദത്തിന് ഒരു അത്ഭുതത്തിന്റെ നിഴലുണ്ടായിരുന്നു. സാർ, ഞാൻ അവൾ വിക്കി പറയൂ മീര, നന്ദൻ നിർബന്ധിച്ചു. സാർ, സോറി കേട്ടോ, ഞാൻ കാരണമല്ലേ സാറിന് പനി വന്നത്. ഇത് കേട്ട് നന്ദൻ സാർ ഒന്ന് ചിരിച്ചു. ആ, താൻ കാരണം എനിക്കെങ്ങനെ പനി വരാനാ? താൻ കാരണം ഒന്നുമല്ല, അത് ഓർക്കണ്ട കേട്ടോ. ശരി സാർ, സ്ട്രെയിൻ എടുക്കണ്ട. ശരി, വെക്കട്ടെ. ഒരുവിധം പറഞ്ഞൊപ്പിച്ചു ഫോൺ വെക്കാൻ തുടങ്ങി. മീര, ഫോൺ വെക്കല്ലേ. പിന്നെ വളരെ സന്തോഷം, എൻ്റെ കാര്യം ഒന്ന് വിളിച്ചു ചോദിക്കാൻ തോന്നിയതിന്. നന്ദൻ്റെ സ്വരത്തിനും അതിരില്ലാത്ത സന്തോഷത്തിൻ്റെ പ്രതിധ്വനിയുണ്ടായിരുന്നു. ശരി സാർ. അവൾ ഫോൺ കട്ട് ചെയ്തു. അവൾ ഫോൺ തിരികെ മേശയിൽ വെച്ച് പതുക്കെ ബെഡിൽ ഇരുന്നു. അവളുടെ മനസ്സിനൂല് പൊട്ടിയൊരു പട്ടം കണക്കെ അലഞ്ഞു തിരിഞ്ഞു പോയിരുന്നു. തനിക്കെന്താണ് പറ്റിയതെന്ന് അവൾക്ക് എന്നിട്ട് മനസ്സിലായിരുന്നില്ല. താൻ നന്ദൻ സാറിനെ സ്നേഹിക്കുന്നുണ്ടെന്ന സംശയം അവളിൽ മുളപൊട്ടി. പാടില്ല, ഒരിക്കലും അത് പാടില്ല. തന്നെ പോലൊരു പെണ്ണ് സാറിനെ പോലെ ഒരാൾക്ക് ചേരാൻ പാടില്ല. ഉണ്ണിയേട്ടനെ പോലും താൻ മോഹിക്കാൻ പാടില്ലായിരുന്നു. അപ്പോൾ പിന്നെ നന്ദൻ സാർ? അവൾ മനസ്സിനെ സ്വയം തിരുത്താൻ ശ്രമിച്ചു. പനി പിടിച്ച് കിടപ്പായതിന് 2 ദിവസമായിട്ട് ഉണ്ണി പണിക്ക് പോകുന്നില്ലായിരുന്നു. ഉച്ചക്ക് വെറുതെ പത്രവും വായിച്ചിരിക്കുമ്പോഴാണ് പ്രിയയുടെ കോൾ വന്നത്. ഉണ്ണി ആവേശത്തോടെ എടുത്തു. പ്രിയ എവിടായിരുന്നു? ഇന്നലെ വിളിച്ചിട്ട് പിന്നെ ഇപ്പോഴാണോ വിളിക്കുന്നേ? ഒരു മെസ്സേജ് പോലും ഇല്ലായിരുന്നല്ലോ. എന്തു പറ്റി നിനക്ക്? ഉണ്ണിയേട്ട, അത് പിന്നെ എൻ്റെ റിസൾട്ട് വന്നു. ആഹാ, എന്നിട്ട് റാങ്ക് ഉണ്ടല്ലോ അല്ലേ? അവന് ആകാംക്ഷ കൂടി. അത് പിന്നെ പ്രിയ എന്തോ പറയാൻ മടിച്ചു. പറയടി. ഉണ്ണി തിടുക്കം കൂട്ടി. ഉണ്ണിയേട്ട, എനിക്ക് റാങ്കില്ല, ഫസ്റ്റ് ക്ലാസ് ഉണ്ട്. കയ്യിലിരുന്ന മാർക്ക് പ്രിന്റഡ് കോപ്പിയിലെ ജസ്റ്റ് പാസ് മാർക്ക് ഫസ്റ്റ് ക്ലാസ്സായി ചിത്രീകരിക്കാൻ അവൾക്ക് യാതൊരു മടിയും തോന്നിയിരുന്നില്ല. ഇത് കേട്ട് ഉണ്ണി ചെറുതായെന്ന് ഞെട്ടി. ഫസ്റ്റ് ക്ലാസ് മാത്രമോ? അപ്പോൾ ഇനി നമ്മുടെ കാര്യം എങ്ങനെ നടക്കും? അവൻ ചോദിച്ചു. അത് പിന്നെ നടക്കും. അതിനച്ഛൻ ഇപ്പോൾ പറഞ്ഞ കാര്യം ഞാൻ അനുസരിച്ചാൽ മതി. എന്ത് കാര്യം? അവൻ്റെ ചോദ്യത്തിന് സംശയത്തിൻ്റെ കൂർമ്മത ഉണ്ടായിരുന്നു. എനിക്ക് അച്ഛൻ ബാംഗ്ലൂർ ഒരു കോളേജിൽ MSSക്ക് അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. അവിടെ പോയി പഠിച്ചു നല്ല മാർക്ക് വാങ്ങിയാൽ അച്ഛൻ ഞാൻ പറയുന്നത് കേൾക്കും. ഇത് കേട്ട് ഉണ്ണി ഒന്ന് ഞെട്ടി ഞെട്ടി. നീ എന്താ പറഞ്ഞത്? ബാംഗ്ലൂർ പഠിക്കാൻ പോകുന്നെന്നോ? എന്നിട്ട് ഈ കാര്യം എന്തേ എന്നോട് നേരത്തെ സൂചിപ്പിച്ചില്ല? അവൻ്റെ ചോദ്യത്തിന് മുമ്പിൽ അവൾ ആദ്യം ഒന്ന് പതറി, എങ്കിലും വിട്ടുകൊടുത്തില്ല. അതിനച്ഛൻ അത് എന്നോട് പോലും പറയുന്നത് എന്നാണ്. സർപ്രൈസ് ആയിരുന്നത്രേ. അവിടെ അച്ഛൻ്റെ ഒരു ഫ്രണ്ടുണ്ട്. പുള്ളിയുടെ വീട്ടിൽ താമസിപ്പിക്കാനാണ് അച്ഛൻ്റെ തീരുമാനം. ഒരുപാട് കമ്പനീസൊക്കെ ഉള്ള ആളാ. പഠിത്തം കഴിഞ്ഞാൽ എനിക്ക് അവിടെ ജോലിയും കിട്ടും. ഇത് കേട്ട് ഉണ്ണിക്ക് ഭ്രാന്തി പിടിക്കുന്നത് പോലെ തോന്നി. ഇത് നടക്കില്ല പ്രിയ, നീ അങ്ങോട്ടൊന്നും പോകണ്ട. എനിക്ക് നിന്നെ പിരിഞ്ഞിരിക്കാൻ പറ്റും എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അറിയാം ഉണ്ണി, പക്ഷെ എന്ത് ചെയ്യാനാ? അച്ഛൻ്റെ തീരുമാനം അനുസരിച്ചില്ല ഭാവിയിൽ നമുക്ക് പണിയാകും. നമുക്ക് കല്യാണം കഴിഞ്ഞ് അവിടെ സെറ്റിലാകാലോ. പ്ലീസ് ഉണ്ണി. കുറച്ചു നേരത്തേക്ക് ഉണ്ണി മൗനം പാലിച്ചു. എന്നിട്ട് തുടർന്നു. ശരി, പക്ഷെ മറ്റൊരു കാര്യം, എല്ലാ മാസവും നീ നാട്ടിൽ വന്നോണം കേട്ടല്ലോ. ഷുവർ, താങ്ക് യു ഉണ്ണിയേട്ട. ഉമ്മ അവൾ കൊഞ്ചി.
അവൻ ഗൗരവത്തിൽ ഒന്നിരുത്തി മൂളി. പിന്നെ ഒന്നും മിണ്ടാതെ ഫോൺ വെച്ചു. പ്രിയക്ക് ബാംഗ്ലൂർ പോകാനുള്ള ദിവസം അടുത്ത്. തലേന്ന് ഉണ്ണിയും പ്രിയയും പതിവ് സ്ഥലത്ത് സംഗമിച്ചു. ഉണ്ണിയേട്ടാ, നാളെ ഞാൻ പോകുക. എന്നെ എന്നും വിളിക്കണേ കേട്ടോ. അവൾ സങ്കടം ഭാവിച്ചു നിന്നു. എന്താ എൻ്റെ പെണ്ണ്, ഇത് ഞാൻ എന്നും വിളിക്കില്ലേ? അതെടുത്ത് പറയാനുണ്ടോ? എന്നാലും അവൾ മുഖം കുനിച്ചു നിന്നു. പ്രിയ, ഉണ്ണി പ്രണോഭനായി വിളിച്ചു. എന്താ ഉണ്ണിയേട്ടാ? അവൾ ചോദിച്ചു. നീ പോകുവല്ലേ? അതിനു മുമ്പ് ഞാൻ എപ്പോഴും ചോദിക്കാറുള്ളത് ഇപ്പോഴെങ്കിലും ഒന്ന് തരുമോ? അവൻ കൊഞ്ചി. എന്ത്? അവൾ നാണത്തോടെ ചോദിച്ചു. ദേ പെണ്ണെ, പൊട്ടൻ കളിക്കരുത് കേട്ടോ. അവൻ ചിരിച്ചു. അവളുടെ മുഖം നാണം കൊണ്ട് വിടർന്നു. അവൾ അവൻ്റെ മുഖം നോക്കാതെ പറഞ്ഞു. എന്താ? അവൾ നാണത്തോടെ ചോദിച്ചു. ദേ പെണ്ണെ, പൊട്ടൻ കളിക്കരുത് കേട്ടോ. അവൻ ചിരിച്ചു. അവൻ അവൻ്റെ മുഖം നോക്കാതെ പറഞ്ഞു. ആ ആലിൻ ചുവട്ടിലേക്ക് വാ. അവർ ആലിൻ ചുവട്ടിലെത്തിയപ്പോൾ അവിടെ വിജനമായിരുന്നു. ഉണ്ണി അവളെ കോർത്ത് പിടിച്ചു. കൈകൾ പരസ്പരം കോർത്തിണക്കി. അവൻ അവളുടെ അതരങ്ങളിലെ തെൻ നുകർന്നു. ഏതോ മായാലോകത്തകപ്പെട്ടു അവർ നിന്നു. ആ നേരം മീര അതുവഴി വരുന്നുണ്ടായിരുന്നു. അവൾ അവരെ നോക്കാതെ മുന്നോട്ട് നടന്നു. എന്നിട്ടും ഉണ്ണി വിട്ടില്ല. ഡി ചട്ടുകാലി, നീ ഇവിടെ കണ്ടതൊന്നും ആരോടും വിളമ്പിയേക്കരുത്. നീ ആരോടെങ്കിലും പറഞ്ഞെന്നറിഞ്ഞാൽ നിന്റെ മറ്റേ കാര്യം ഇതുപോലാകും കേട്ടോടി ചട്ടുകാലി. പ്രിയയും അത് ശരിവെച്ചു. എന്നിട്ടും മീര അതൊന്നും കേൾക്കാത്ത ഭാവത്തിൽ മുന്നോട്ട് നടന്നു.